അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ബിരിയാണി. രണ്ടടുപ്പിലായിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. സാധാരണ ബിരിയാണിക്ക് നമ്മൾ ചെയ്യുന്ന പോലെ സവാളയും തക്കാളിയും ഒന്നും അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ ബിരിയാണിക്ക്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 6 പേർക്കുള്ള ബിരിയാണിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത ശേഷം നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ചിക്കനിലേക്ക് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കുകയും ചെയ്യും. ചിക്കൻ പിന്നെ അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ ചിക്കനിൽ ചേർക്കുന്നതിനേക്കാൾ 2 നുള്ളു ഉപ്പും കൂടെ കൂടുതൽ ചേർക്കാം. അപ്പോൾ ചിക്കനിലേക്ക് പെട്ടെന്ന് അങ്ങ് ഉപ്പൊക്കെ പിടിച്ചോളും. പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. നമ്മൾ അധിക സമയമൊന്നും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. ഉപ്പ് നാരങ്ങ നീരൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് മസാല പിടിക്കും. നമ്മൾ ബിരിയാണിക്ക് വേണ്ട ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്ന സമയം മതി. അപ്പോൾ മസാലയ്ക്ക് ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി എടുത്ത് കഴുകി വെള്ളത്തിലിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഈ ഒരു പാത്രത്തിലാണ് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് അലൂമിനിയോ അല്ലെങ്കിൽ സ്റ്റീലൊക്കെ പാത്രമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അടി പിടിക്കും. അപ്പോൾ നമുക്ക് വേറൊരു പാനിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. തീ കൂട്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ്റെ ഉള്ളിൽ വെന്തില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് കുക്കായിക്കോളും. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ചിക്കൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അധികം വഴറ്റിയിട്ടൊന്നുമല്ല കേട്ടോ നമ്മൾ മസാല തയ്യാറാക്കുന്നത്. സവാളയും തക്കാളിയും ഒന്നും അധിക സമയം വഴറ്റാതെ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എന്നാലും നല്ല ടേസ്റ്റും ആട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാവാനായിട്ട് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് ഒരു 3 ഏലക്കായ, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 5 സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഒന്നങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഈ ഓയിലൊക്കെ സവാളയിലൊന്ന് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം. അധിക സമയം വഴറ്റിയൊന്നും വേണ്ട കേട്ടോ. ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ചേർക്കാം. 3 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കണം. നമ്മളിതിൽ നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴുപ്പ് കുറഞ്ഞ തക്കാളിയാണ് ചേർത്തിട്ടില്ലെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത് വരണം. ഇനി ബിരിയാണിക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഏകദേശം വെളുത്തുള്ളിയുടെ പകുതി. പിന്നെ ഒരു 12 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചിക്കനിൽ നമ്മൾ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. അരക്കണ്ട കേട്ടോ, ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. കുക്കറിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളതും റെഡി ആയിട്ടുണ്ട്. 4 വിസിൽ വന്ന ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ മസാല തയ്യാറാക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകുക അല്ലെങ്കിൽ മൂത്ത് പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് അങ്ങ് വഴന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേവിച്ചിട്ടുള്ളത്. എന്നാൽ ഈ തക്കാളിയിൽ നിന്ന് ഉള്ളിയിൽ നിന്നുള്ളൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റും മണമൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതലുള്ള വെള്ളം ഒന്ന് വറ്റി വന്നോളൂ. നന്നായിട്ട് അങ്ങ് വറ്റിക്കണ്ട കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് അങ്ങ് വറ്റും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. പിന്നെ മല്ലിയില ഞാൻ 1 കപ്പ് ഇതിലേക്ക് ചേർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ചേർക്കാം. പിന്നെ പുതിനയില 1/4 കപ്പ് മതി, അതും പകുതി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിപ്പോൾ കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും പെരിഞ്ജീരകം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല. പട്ടയും ഗ്രാമ്പും ഏലക്കായും ഓരോരോ ടേബിൾ സ്പൂണും പെരിഞ്ജീരകം 2 ടേബിൾ സ്പൂണും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനും ചേർക്കണ്ട കേട്ടോ. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ. ഇനി ഈ മസാലയ്ക്ക് ചിക്കനിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാക്കി വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് വേവിക്കാൻ. റൈസ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. കുക്കറിൽ 1 വിസിലടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്ക് ബിരിയാണിക്ക് വേണ്ട പാകത്തിന് റൈസ് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കനിലൊക്കെ നന്നായിട്ടങ്ങ് പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് വേവിക്കാം. അപ്പോൾ ഒരു കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 3 കപ്പ് അരിക്ക് 5.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ വെള്ളം അളന്നെടുക്കുക. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം. ഇനി ഇതിലേക്കൊരു 5-6 ഏലക്കായ ചേർക്കാം. പിന്നെ ഒരു 5-6 ഗ്രാമ്പു, പിന്നെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, പിന്നെ 2.5 ടേബിൾ സ്പൂൺ നെയ്യ്. നമ്മൾ മസാലയിൽ അധികം നെയ്യ് ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്ക് റൈസിൽ ചേർക്കാം. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള 3 കപ്പ് അരി ഇട്ടിട്ടുണ്ട്. അരി ഇട്ട ഉടനെ തന്നെ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കിയാൽ മതി. അരിയൊന്നും പൊടിഞ്ഞ് പോവാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 1 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കേണ്ടത്. 1 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിലുള്ള പ്രഷറൊക്കെ കളയണം. പ്രഷർ മുഴുവനായിട്ട് കളഞ്ഞ ശേഷം കുക്കർ തുറക്കാം. ഇപ്പോൾ റൈസൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ആവി കുറച്ചൊന്നും പോയ ശേഷം ഇളക്കി കൊടുക്കാം. ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ ഓരോരോ റൈസും വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട റൈസും റെഡിയായി. നമ്മുടെ മസാല ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ചിക്കനിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല ഈ പാത്രത്തിൽ നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. പിന്നെ പുതിനയില നിന്നും കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മൾ വേവിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസൊന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി റൈസ് ചേർത്ത് കൊടുത്തിട്ട് അധികം അമർത്താതെ അങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. ഇനി വീണ്ടും നേരത്തെ പോലെ തന്നെ കുറച്ച് മല്ലിയില, പിന്നെ പുതിനയില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസും കൂടെ നിരത്തിയിട്ട് കൊടുക്കാം. ഇനി മുകളിൽ ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സവോളയും കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നെയ്യിൽ വറുത്തിട്ട് അതും ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ നെയ്യോട് കൂടി തന്നെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ വേറെ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല, അതുതന്നെ മതി.
ഇപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അത് നമ്മുടെ ഒരു സമയത്തിനനുസരിച്ച് നമുക്ക് 10-15 മിനിറ്റ് വെക്കാം. ഈ പാത്രത്തിൻ്റെ മുടി നന്നായിട്ട് അമർന്നിരിക്കുന്നില്ലെങ്കിൽ ആവി പുറത്ത് പോകും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് പിന്നെ മൂടി വെച്ച് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി കരിഞ്ഞു പോകും. ഇനി അടി കരിഞ്ഞു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ഒരു പഴയ പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ബിരിയാണി പാത്രം വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു, എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി വെച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് ബിരിയാണി നല്ല പാകമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ, ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കാം. മസാല റൈസും കൂടെ ഞാനിപ്പോൾ പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുത്തി ഇളക്കരുത് കേട്ടോ, അങ്ങനെ പതുക്കെ ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുത്താൽ മതി. റൈസൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നല്ല പോലെ ഇങ്ങനെ വിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. നമുക്ക് പെട്ടെന്നൊരു ബിരിയാണിക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്ത് അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണിത്. നമ്മൾ സാധാരണ നന്നായിട്ട് വഴറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണീനെ പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.